ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ലൂസിലെ ക്ലിഫ്റ്റന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പോവമാണ്. പോവം ഇൻ പ്രൈസ് ഓഫ് മെൻസ്ട്രുവേഷൻ ബൈ ലൂസിൽ ക്ലിഫ്റ്റൺ. സോ ലൂസിലെ ക്ലിഫ്റ്റൺ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ അമേരിക്കൻ പോയിറ്റാണ്, റൈറ്ററാണ്. ആൻഡ് ബഫലോ എന്നുള്ള സിറ്റിയിലാണ് അവർ ജനിച്ചത് കേട്ടോ. അതായത് സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ഇൻ ന്യൂയോർക്ക്, അതാണ് ബഫലോ എന്നുള്ള സ്ഥലം. പിന്നീട് ഇവരെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ലൂസിൽ പോയറ്റ് ലോറേറ്റ് ആയിരുന്നു 1979 to 1985. പിന്നെ കൊളംബിയൻ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഒരുപാട് ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ വിസിറ്റിംഗ് റൈറ്റർ ആയിട്ടൊക്കെ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷീ ഈസ് എ പബ്ലിക് പോയിറ്റ് ആണ്. അതായത് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള സിമ്പിൾസും ലാംഗ്വേജുമാണ് യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഇമേജസും ലാംഗ്വേജും ഒക്കെയാണ് ഇവർ യൂസ് ചെയ്തിരുന്നത്. ആൻഡ് പിന്നെ അവരുടെ പോയട്രി എന്ന് പറയുന്നത് വളരെ വിറ്റിയാണ്, സംടൈംസ് ഡൈഡാക്റ്റിക് ആണ്. അതായത് കുറച്ച് എന്താ പറയുക, ഇൻഫർമേറ്റീവ് അല്ലെങ്കിൽ കുറച്ച് ഉപദേശം തരുന്ന പോലുള്ളത് വളരെ സെറ്റിലായിട്ടാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ഷോർട്ട് ലൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് വേർഡ്സ് ആണ് ഇവരുടെ പോംസ് എന്ന് പറയുന്നത്. അതായത് കുറച്ച് ലൈൻസേ കാണും അല്ലെങ്കിൽ കുറച്ച് വേർഡ്സേ കാണും. ഷോർട്ട് ലൈൻഡ് പോംസ് ആണ്. സിംപ്ലിസിറ്റി പ്ലസ് വിസ്ഡം ആണ് ഇവരുടെ വർക്ക്സിനകത്ത് കാണപ്പെടുന്നത്. പിന്നെ ഈ ലൂസിലെ ക്ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ പോയട്രി ട്രഡീഷൻ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോൾട്ട് വിറ്റ്മാൻ്റെ അല്ലെങ്കിൽ എമിലി ഡിക്കിൻസൺ പോലെയുള്ള റൈറ്റേഴ്സിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഫ്രീ വില്ലോട് കൂടിയൊക്കെയാണ് ഇവർ എഴുതുന്നത്. ഓക്കെ, പിന്നെ അവർ വിശ്വസിച്ചിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ക്യാൻ ചേഞ്ച് വൺസ് ഡെസ്റ്റിനി. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മുടെ ആക്ഷൻസിലൂടെ. ഓക്കെ, സോ അവരുടെ ജനറേഷൻസ് എ മെമ്മോയർ എന്ന് പറഞ്ഞവരുടെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്. ആ ഓട്ടോബയോഗ്രഫിക്കകത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, ഐ വാണ്ടഡ് ടു മേക്ക് തിങ്സ് ബെറ്റർ, ഐ വാണ്ടഡ് ടു മേക്ക് തിങ്സ് റൈറ്റ്, ഐ ഓൾവേസ് തോട്ട് ഐ വാസ് സപ്പോസ് ടു. അതായത് എനിക്ക് കാര്യങ്ങളെല്ലാം ശരിയാക്കണം, എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം എനിക്ക് ചെയ്യാൻ. അത് അവരുടെ ഓട്ടോബയോഗ്രഫിക്കകത്ത് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് ചിൽഡ്രൻസ് ബുക്സ് ഒക്കെ ഇവർ എഴുതിയിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു യങ് ബ്ലാക്ക് ബോയിയെ കുറിച്ച് ഒരു ചിൽഡ്രൻസ് ബുക്ക് എഴുതി. അത് സം ഓഫ് ദി ഡേയ്സ് ഓഫ് എവറൈറ്റ് ആൻഡേഴ്സൺ എന്ന് പറഞ്ഞൊരു വർക്കാണ് കേട്ടോ. പിന്നെ ചിൽഡ്രൻസ് ബുക്സിനകത്ത് എന്താണ് അവരുള്ളത്, സെൽഫ് ലവ്, സെൽഫ് അക്സെപ്റ്റൻസ് ഒക്കെയാണ് മെസ്സേജ് ആയിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറേ പോയട്രി കളക്ഷൻസ് ഉണ്ട്. ഗുഡ് ടൈംസ്, ടു ഹെഡഡ് വുമൺ, ഗുഡ് വുമൺ, ഇതൊക്കെയാണ് അവരുടെ വേറെ പോംസ്. പിന്നെ പുളിറ്റ്സർ പ്രൈസിന് ഫൈനലിസ്റ്റ് ആയിരുന്നു 2 പ്രാവശ്യം. 2010 ഇവർ മരിച്ചു. നമുക്ക് പഠിക്കാനുള്ള പോം ഇൻ പ്രൈസ് ഓഫ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന അവരുടെ കളക്ഷൻ ആയിട്ടുള്ള ക്വിൽറ്റിംഗ് എന്നുള്ള പോയത്തിന് ആ കളക്ഷനകത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ് ക്വിൽറ്റിംഗ്. അപ്പോൾ പോം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് ഔട്ട് പോമാണ്. കാരണം ഇവരുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആൻഡ് ഫീലിംഗ്സ് ഓൺ ദ ടോപ്പിക് മെൻസ്ട്രേഷൻ, അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ യു നോ ദാറ്റ് ഇറ്റ് ഇസ് എ വൈഡ്ലി റിഗാർഡഡ് ആസ് എ ടാബു സബ്ജക്റ്റ് ആണ്, അല്ലേ? ഒരു ടാബു സബ്ജക്റ്റ് ആണ്, അധികം ആരും സംസാരിക്കാത്ത പക്ഷേ ഇപ്പോൾ അധികം ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. ഓക്കെ, ആ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പക്ഷേ ആ ചേഞ്ചിന് മുന്നേ ഉള്ളൊരു പോവമാണിത്. വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് ഇവർ ഇതിനെക്കുറിച്ച് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് അതൊരു ഫെമിനിസ്റ്റ് ആക്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ദോസ് ഹു മെൻസ്ട്രേറ്റ് എന്ന് പറയുന്നത് റെവല്യൂഷണറി ആയിട്ടുള്ള ആളുകളാണ് മെൻസ്ട്രേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. സോ ഇതിനെ ഒരു സ്റ്റിഗ്മറ്റൈസ് ചെയ്യുവാണ് മെൻസ്ട്രേഷൻ എന്നുള്ള കാര്യത്തിന്. അതായത് നമ്മൾ ഓപ്പൺലി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണെന്നും അല്ലാതെ ഒരു ഒളിച്ചു വെക്കേണ്ട കാര്യമല്ലെന്നും അതിനെ നോർമലൈസ് ചെയ്യുവാണ് അവർ. അതായത് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് മെൻസ്ട്രേഷൻ എന്ന് നോർമലൈസ് ചെയ്തുകൊണ്ട് കാണിക്കുന്ന ഒരു പോമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ പവർ ഓഫ് മെൻസ്ട്രേഷനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അതായത് ഫെമിനൈൻ എനർജിക്ക് വേണ്ടിയുള്ള ഒരു ട്രിബ്യൂട്ട് പോലെയാണ് പറയുന്നത്. അതായത് ഫെമിനൈൻ എനർജിക്ക് നെർച്ചർ ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ മെൻസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു കാര്യം വഴി. പിന്നെ ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പങ്ക്ച്വേഷനോ ഒന്നുമില്ല. പിന്നെ റെപ്പറ്റീഷൻ, ഇന്റൻസ് കളർ ആൻഡ് നേച്ചർ ഇമേജറി ഒക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു മെൻസ്ട്രേഷനെ അതൊരു ഓർഡിനറി എക്സ്പീരിയൻസ് ആണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനെ ഒരു മിസ്റ്റിക്കൽ റിവർ ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ആ മിസ്റ്റിക്കൽ റിവർ ഏതിനെ കൂടെയൊക്കെയാണ് ഒഴുകുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നത്, ഹ്യൂമൻ ബീങ്സിലും ആനിമൽസിലൂടെ ഒക്കെ കണക്ട് ചെയ്യുവാണ്. അതായത് ലൈഫിന്റെ തന്നെ ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബേസ് തന്നെയാണ് മെൻസ്ട്രേഷൻ എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഒരു വലിയ രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ സ്ത്രീകൾക്ക് വേണ്ടി മൊത്തമായിട്ട് സംസാരിച്ച പോലാണ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. ലൂസിലെ ക്ലിഫ്റ്റൺ ഒരു അമേരിക്കൻ പോയിറ്റ് ആണ് കേട്ടോ. ആൻഡ് പെക്യൂലിയാരിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരു ഫ്ലോയിങ് വാട്ടർ അല്ലെങ്കിൽ ഒരു ഫ്ലോയിങ് റിവർ ആയിട്ട് നമ്മുടെ ഫീമെയിൽ ബോഡിയെ അല്ലെങ്കിൽ മെൻസ്ട്രേഷനെ എന്ത് ചെയ്തേക്കുവാണ്, കമ്പയർ ചെയ്തിരിക്കുകയാണ്. നമുക്കിനി പോയത്തിലോട്ട് കിടക്കാം.
അപ്പോൾ ഫസ്റ്റ് ഒരു എസ്സേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെക്കുറിച്ച് ആദ്യമേ ഒരു റൈറ്റപ്പ് എഴുതുക, എന്നിട്ട് പോയം എന്താണെന്ന് ഒരു ജനറലൈസ് ചെയ്ത് എഴുതുക, പോയം എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് എഴുതുക. അപ്പോൾ ഒരു സ്ത്രീയുടെ ഫെർട്ടിലിറ്റിയെ കുറിച്ചാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആ മെൻസ്ട്രൽ ഫ്ലോയെ ഒരു റിവറുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്, ഒരു ബ്രൈറ്റ് റെഡ് റിവറായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ് ആര്, നമ്മുടെ പോയിറ്റ്. മെൻസ്ട്രേഷൻ പോയിട്രി എന്നാണ് ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പീരീഡ് പോയിട്രി എന്ന് നമുക്ക് വിളിക്കാം. കാരണം പീരീഡ് പോയിട്രി അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ പോയിട്രി എന്ന് പറയുന്നത് ഇറ്റ് ഡിസ്കസസ് അബൌട്ട് എന്തിനെക്കുറിച്ചാണ്, ഇറ്റ് ഡിസ്കസ് ഓൺ മെൻസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ അത് ഫീമെയിൽ ബോഡിയെ സെൻറ്റർ ചെയ്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, പീരീഡ് പോയിട്രി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മെൻസ്ട്രേഷനെ കുറിച്ച് ഓപ്പൺലി ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ അതുപോലുള്ള ഇമേജസ് വെച്ചിട്ട് എഴുതുന്നതാണ് പീരീഡ് പോയിട്രി അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ പോയിട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വിയേർഡ് ആയിട്ടുള്ള കുറേ മെറ്റഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഇവർ എഴുതിയിരിക്കുന്നത്. നമ്മളധികം സ്ട്രെയിഞ്ച് ആയിട്ടുള്ള മെറ്റഫേഴ്സ് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് പീരീഡ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അത് സൈക്ലിക്കലാണ് അല്ലേ, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഓരോ മാസവും. ആൻഡ് ഇവരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പീരീഡ് പോയിറ്റ് എന്ന് വിളിക്കാം. മെൻസ്ട്രൽ ആയിട്ടുള്ള, അതായത് മെൻസ്ട്രേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺലി സംസാരിക്കുന്നതുകൊണ്ട് ഇവരെ നമുക്ക് പീരീഡ് പോയിറ്റ് എന്നും വിളിക്കാം. ആ ഒരു സൈലന്റ് അല്ലെങ്കിൽ ഹിഡൻ നേച്ചർ ഓഫ് പീരീഡ് അല്ലെങ്കിൽ മെൻസ്ട്രേഷനെ ഈ പോയിറ്റ് എന്ത് ചെയ്യാണ് ചെയ്തേക്കുന്നത്, ഒരു ഡിസ്കഷന്റെ സ്പേസിൽ അല്ലെങ്കിൽ ഡിസ്കഷന്റെ പ്ലാറ്റ്ഫോമിൽ വളരെ ഡ്രമാറ്റിക് ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് ഇവിടെ സംസാരിക്കുന്നത്. എമിലി ഡിക്കിൻസൺ എന്നുള്ള പോയിറ്റും അമേരിക്കൻ പോയിറ്റും ഇതുപോലെ തന്നെ വൺ ഓഫ് ദി ഫസ്റ്റ് പോയിറ്റ്സ് ആണ് ടു റൈറ്റ് ഓൺ മെൻസ്ട്രേഷൻ. അവരും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻ സെക്സ്റ്റൺ, റീത്ത ഡൗ ഇവരൊക്കെ എന്തിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, മെൻസ്ട്രേഷൻ എന്നുള്ള പോയതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എമിലി ഡിക്കിൻസൺ എഴുതിയൊരു പോം ഉണ്ട്, ദ നെയിം ഓഫ് ഇറ്റ് ഇസ് ഓട്ടം എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ ആ ഓട്ടം, ആ ഒരു പോയത്തിനകത്ത് എന്താണ്, നേച്ചർ സീസൺ മാറുമല്ലോ, അതായത് സമ്മർ സീസൺ ടു ഫോൾ, അതുപോലെ എന്താണ് നമുക്കും എന്തുകൊണ്ടെന്നാ പറഞ്ഞേക്കുന്നത്, ഇതുപോലെ പീരീഡ്സ് ഉണ്ട്, അതായത് ഫീമെയിൽ സൈക്കിളും ഇതുപോലെ തന്നെ മാറിക്കൊണ്ടിരിക്കും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പോയറ്റ്സ് മെൻസ്ട്രേഷനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ആൻ സെക്സ്റ്റന്റെ പോയം മെൻസ്ട്രേഷൻ അറ്റ് 40 എന്ന് പറഞ്ഞൊരെണ്ണമാണ്. അതുപോലെ തന്നെ ഇൻ സെലിബ്രേഷൻ ഓഫ് മൈ യൂട്രസ് എന്ന് പറഞ്ഞൊരു പോമും ഇവർ എഴുതിയിട്ടുണ്ട്. അപ്പം പോം ഇൻ പ്രൈസ് ഓഫ് മെൻസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു വർക്കിനെ നമുക്ക് മദർ ഓഫ് മെൻസ്ട്രേഷൻ പോംസ് എന്ന് നമുക്ക് വിളിക്കാം. അതായത് വളരെ ഫ്രീ ആയിട്ട് മെൻസ്ട്രേഷൻ എന്നുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ്സിനെ കുറിച്ച് അക്നോളജ് ചെയ്ത് ഇവർ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ റീഡർ വായിക്കുമ്പോൾ നമുക്കത് വിഷ്വലൈസ് ചെയ്യാം. ഹൗ ദ പീരീഡ് ബ്ലഡ് ഫ്ലോസ് ഔട്ട് ഓഫ് എ വുമൺസ് ബോഡി ജസ്റ്റ് ലൈക്ക് എ റിവർ. ഒരു നദി ഒഴുകുന്നത് പോലാണ് പീരീഡ് ബ്ലഡ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്നത്. അതിൻ്റെ പെയിൻ, അതിൻ്റെ ആ ഒരു പീരീഡ് ക്രാംസ് ഉണ്ടല്ലോ, അതിനെ എന്താ പറയുക, അതുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രോസസ്സ് എന്തായി മാറത്തില്ല, അധികം ബാഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് പീരീഡ് പെയിൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ്റെ പെയിൻ ഉണ്ടെങ്കിൽ പോലും ആ പെയിൻ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഈ പ്രോസസ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം അത്രയ്ക്കും ബാഡ് അല്ല എന്നാണ് പറയുന്നത്. അതായത് മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംതിങ് ഡിവൈൻലി ആണ് എന്നുള്ള രീതിയിലാണ് ഇവർ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ റിവർ ഓഫ് മെൻസ്ട്രേഷനെ ഇവിടെ ബ്യൂട്ടിഫുൾ എന്നും ഫെയ്ത്ത്ഫുൾ എന്നും ബ്രേവ് എന്നും പവർഫുൾ എന്നുമാണ് ഇവർ വിളിച്ചിരിക്കുന്നത്. ആൻഡ് പോയിറ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു സ്ട്രോങ്ങർ ഫോഴ്സും ഇല്ല ഇതിനെക്കാട്ടിലും, അതായത് ഈ പീരീഡ് ബ്ലഡിനെക്കാട്ടിലും വേറെ ഒരു സ്ട്രോങ്ങർ ഫോഴ്സും നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഇതിനെ വൈൽഡ് വാട്ടർ എന്നാണ് ഇവർ വിളിക്കുന്നത്. ആൻഡ് എന്താ പറയുക, ഇത് ആനിമൽസിലും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടും ഫെയ്ത്ത്ഫുൾ ആയിട്ടും ഉള്ള ശക്തയായ സ്ത്രീകളിലൂടെയാണിത്, അല്ലെങ്കിൽ ശക്തയായ സ്ത്രീകളിലാണ് ഇത് കാണപ്പെടുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, പിന്നെ ഫെമിനൈൻ സെൻസിബിലിറ്റി, അതായത് ഈ ഒരു മെൻസ്ട്രേഷനെ കുറിച്ചുള്ള ഒരു എന്താ പറയുക, ഒരു ഫെമിനൈൻ നോളജ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള രീതിയും നമുക്ക് ഇതിൻ്റെ ഒരു എയിമായിട്ട് കൺസിഡർ ചെയ്യാം. മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ടാബു ആണ് അല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ടാബു ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയും ഡീസ്റ്റിഗ്മറ്റൈസ് ചെയ്യാൻ വേണ്ടിയുമാണ് അവർ എന്ത് ചെയ്തേക്കുന്ന ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. ഇഫ് ദർ ഈസ് എ റിവർ എന്ന് പറഞ്ഞ ലൈൻ അവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇതിൽ കവിഞ്ഞ് വേറെ ഒന്നും ഇല്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ബർത്ത് ആണെങ്കിലും ജെൻഡർ ആണെങ്കിലും ഡെത്ത്, പെയിൻ, ഇതിനപ്പുറത്തേക്കൊന്നും ഇല്ല, ഇവരാരും ഒന്നിലും വരുത്തില്ല എന്നാണ് പറയുന്നത്. അതായത് ബർത്തിന്റെ കോൺസെപ്റ്റ്, ജെൻഡർ, സെക്സ്, ഡെത്ത് ആൻഡ് പെയിൻ, ഇതൊന്നും മെൻസ്ട്രേഷന്റെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടിലും വലുതായിട്ട് ആരും വരുത്തില്ല. മെൻസ്ട്രേഷൻ തന്നെയാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഈ പീരീഡ് പോംസ് എന്ന് പറയുന്നത് എന്താണിത്, വളരെ സെൻസേഷണൽ ആയിട്ടുള്ള പോമാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടോൺ ഉണ്ട് ഇതിനകത്ത്. അപ്പം റീഡിങ് ആൻഡ് റൈറ്റിംഗ് അബൌട്ട് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കാര്യത്തിനെ, ഈ ടാബും എല്ലാം മാറ്റി എന്താ പറയുക, എംപവർ ചെയ്യാൻ സഹായിക്കും. ഇതുപോലുള്ള ടോപ്പിക്സിന്റെ, ഇപ്പം നമ്മൾ ഈ ടാബു ടോപ്പിക്സിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുവാണെങ്കിലും എഴുതുവാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ കഴിയുമ്പോൾ ഇത് നോർമലൈസ്ഡ് ആവും ഈ ഒരു ഡിസ്കഷൻ തന്നെ. ഇപ്പോഴത്തെ ഈ ഒരു ഇറയ്ക്കകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയക്കകത്തൊക്കെ നമുക്ക് കാണാം ആളുകൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെ പീരീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക്
ഇപ്പോൾ പീരിയഡ്സിനെ കുറിച്ചുള്ള റൈറ്റപ്സ് ആണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും പല റൈറ്റപ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ആളുകൾ ഷൈ ആയിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതിരിക്കുവാണെന്നാണോ അതിൻ്റെ മീനിങ്? അല്ല, ഇറ്റ് ഈസ് ബീങ് ഓപ്പൺലി ഡിസ്കസ്ഡ് ഓൺ സച്ച് പ്ലാറ്റ്ഫോംസ് അല്ലേ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വരെ ഇത് ഡിസ്കസ്ഡ് ആവുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഡിസ്കസ്ഡ് ആവുന്നത്? ബിക്കോസ് എന്താണ്, ഇതിനെ ഒരു നോർമലൈസ് ആക്കണം. ഇതിനെ, ആ ടോപ്പിക്കിനെ നമ്മൾ എന്ത് ചെയ്യണം, അതൊരു സീക്രറ്റ് ആയിട്ട് വെക്കാതെ നോർമലൈസ് ചെയ്യുമ്പോഴാണ് എന്താണ് ഇതൊരു ഡിസ്കഷന് വഴി ഒരുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുടെ ഓട്ടോബയോഗ്രഫിക്കകത്തൊക്കെ ഇവർ ഫീമെയിൽ ബോഡിയെക്കുറിച്ചും ഈ പിന്നെന്താ പറയുക ഫീമെയിൽ ബോഡിയുടെ നെർച്ചറിങ് പവറിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ബ്ലാക്ക് ഫീമെയിൽ ബോഡിയെക്കുറിച്ചാണ് ഇവരുടെ ഓട്ടോബയോഗ്രഫിക്കകത്ത് പോലും ഇവർ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ഓട്ടോബയോഗ്രഫി തന്നെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്, സ്ത്രീകൾക്കെല്ലാം വേണ്ടി സംസാരിക്കാൻ, എസ്പെഷ്യലി വിമൻ ഓഫ് കളറിന് വേണ്ടി സംസാരിക്കാൻ. ഓക്കെ, പിന്നെ എന്താ പറയുക, ഇവരുടെ ഈ ഒരു പോം എന്ന് പറയുന്നത് ഇവരുടെ ഫെല്ലോ അമേരിക്കൻ റൈറ്റേഴ്സിനുണ്ടല്ലോ, ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്റേഴ്സിന് അല്ലെങ്കിൽ വിമന് ഒരു ഇൻസ്പിറേഷൻ പോലെയാണ്. സെലിബ്രേറ്റിംഗ് എ വുമൺസ് ബോഡി അല്ലെങ്കിൽ സെലിബ്രേറ്റിംഗ് ബ്ലാക്ക് വിമൻസ് ബോഡി, ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പവർ വീണ്ടെടുക്കുക, സ്ത്രീകളുടെ അല്ലെങ്കിൽ ബ്ലാക്ക് വിമണിന്റെ പവർ റീക്ലെയിം ചെയ്തെടുക്കുക, ഇത് ഇങ്ങനെയുള്ള ടാബു ടോപ്പിക്സ് സംസാരിക്കുന്നത് വഴി. എന്താണ്, ഒബ്വിയസ്ലി ബ്ലാക്ക് വിമൻ എന്ന് പറയുന്നത് മാർജിനലൈസ്ഡ് ആണ്, അവർ ഫൊർഗോട്ടൺ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്സ് വഴി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നോക്കുമല്ലോ, ഇതാരാ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, ഓക്കെ ഫൈൻ, ഷീസ് എൻ ആഫ്രിക്കൻ അമേരിക്കൻ പോയിറ്റ് ആണ്. ആൻഡ് സോ എന്താണ്, ആളുകൾക്കൊരു ഇൻസ്പിറേഷൻ പോലെ വരും. ഇനി വരുന്നവർക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകൾ ഇൻ ജനറൽ ആണെന്നുണ്ടെങ്കിലും ഒരു ഇൻസ്പിറേഷൻ പോലെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ഫെമിനിസ്റ്റ് വോയിസ് ആണ് ഈ ഒരു പോയത്തിലൂടെ നമ്മൾ കാണുന്നത് അല്ലേ. ഒരു ആക്യുറേറ്റ് ആയിട്ടൊരു നറേറ്റീവാണ് ഇവർ ഇതിനകത്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് ഇവർ സംസാരിക്കുന്നത്. ദെൻ ഒരു സിംബോളിക് റിവറിനെ പോലെയാണ് ഇവരെ ഇവിടെ എന്താണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരുന്ന ഇമേജസ് എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ മെറ്റഫർ എന്താണ്? സെൻട്രൽ മെറ്റഫർ എന്ന് വെച്ചാൽ മെൻസ്ട്രേഷനെ ഇവിടെ ഒരു റിവറായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ആ റിവർ ബ്രൈറ്റ് റെഡ് കളറിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു റിവറിനെ ഫെയ്ത്ത്ഫുൾ എന്ന് പോയിട്ട് വിളിക്കുന്നുണ്ട്. കാരണം എന്താണ്, ഓരോ മാസവും ഇത് കണ്ടിന്യൂസ് ആയിട്ട് സെയിം ഡേറ്റിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സെയിം ആ ഒരു ഓരോ മാസവും ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ആ ഒരു കാര്യം, അതുകൊണ്ടാണ് ഇതിനെ ഫെയ്ത്ത്ഫുൾ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാം അടുത്ത മാസം വരും എന്നുള്ളതൊരു ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് ഇതിനെ ഫെയ്ത്ത്ഫുൾ എന്ന് വിളിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വേറൊരു ഇമേജ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോൾജിയറിന്റെ ഇമേജ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് കമ്മിങ് ആൻഡ് കമ്മിങ് ഇൻ എ സർജ് ഓഫ് പാഷൻ ഓഫ് പെയിൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു പോയതിനകത്തൊരു ലൈൻ വരുന്നുണ്ട്. അതായത് ഈ മെൻസ്ട്രൽ ബ്ലഡിനെ റിവറായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് വളരെ സഡൻ ആയിട്ടാണ്, വളരെ പാഷനേറ്റ് ആയിട്ടാണ് ഫീമെയിൽ ബോഡിയിൽ നിന്ന് വരുന്നത്. സോ അത് കാണുമ്പോൾ സോൾജിയേഴ്സ് ബാറ്റിൽ ഫീൽഡിലോട്ട് പെട്ടെന്ന് ഇറങ്ങുന്നത് പോലെയാണ് തോന്നുന്നത്. അതായത് അവർക്ക് എത്ര വൂൺസ് ഉണ്ടെങ്കിലും സോൾജിയേഴ്സ് എന്ത് ചെയ്യും, ബാറ്റിൽ ഫീൽഡിലോട്ട് ബ്രേവ് ആയിട്ടാണ് വരുന്നത്. സോ അതുപോലെ തന്നെയാണ് ഒരു ഫീമെയിൽ ബോഡിയിൽ നിന്ന് എത്ര പെയിൻ ഉണ്ടെങ്കിലും ഈ ബ്ലഡ് ഫ്ലോ ചെയ്ത് വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഈവിന്റെ, നമ്മുടെ ആഡം ആൻഡ് ഈവ് ഉണ്ടല്ലോ, ആ ഈവിന്റെ ഡോട്ടർ അവാൻ എന്നുള്ള ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കെയിൻ ആൻഡ് ഏബൽ, ഫസ്റ്റ് 2 സൺസ് ഓഫ് ആഡം ആൻഡ് ഈവ്, അവരെ കുറിച്ചൊക്കെ ഇതിനകത്ത് ഇല്യൂഷൻ പറയുന്നുണ്ട്. ബിബ്ലിക്കൽ ഇല്യൂഷൻ ഉണ്ട്, ബിബ്ലിക്കൽ അല്യൂഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ വൈൽഡ് വാട്ടർ എന്നാണ് ഈ ഒരു മെൻസ്ട്രേഷൻ വാട്ടറിനെ അല്ലെങ്കിൽ ബ്ലഡിനെ പറയുന്നത്. വൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മെൻസ്ട്രൽ ക്രാംസ് വന്നിട്ട് വളരെ പെയിനോട് കൂടിയാണ് ഈ ഒരു ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അതാണ് ഇതിനെ വൈൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ റിവർ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫീമെയിൽ ഫെർട്ടിലിറ്റിയാണ് ഇവരിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഫീമെയിലിന്റെ ബോഡി എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഒളിപ്പിച്ച് സംസാരിച്ച് സീക്രസി ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആ ഒരു ബയോളജിക്കലായിട്ടുള്ളൊരു കാര്യത്തിനെ നമ്മൾ കുറച്ചുകൂടി നാച്ചുറലായിട്ട് ഈ ഒരു പോയത്തിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ മെൻസ്ട്രേഷൻ ഉള്ളതുകൊണ്ടാണ് ഹ്യൂമാനിറ്റി തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഫീമെയിൽ വോയിസിനെ നമ്മൾ സൈലൻസ് ചെയ്യരുത്, ഇതുപോലുള്ള കാര്യങ്ങളെ നമ്മൾ ഓപ്പൺ അപ്പ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോഡി റൈറ്റിംഗ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഒരു പോയി തന്നെ നമുക്ക് ബോഡി റൈറ്റിംഗ് എന്ന് വിളിക്കാം. കാരണം ഫീമെയിൽ ബോഡിയെ കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ ഫീമെയിൽ ബോഡിയെ കുറിച്ച് പറയുന്നുണ്ട്, ഇതിനെ ബോഡി റൈറ്റിംഗ് എന്ന് വിളിക്കുന്നതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ടോൺ ഇതിനകത്തുണ്ട്. ഓക്കെ, അതായത് ആ സ്ത്രീകൾക്കെതിരെയുള്ളൊരു ഒപ്രഷനെതിരെ സംസാരിക്കുന്ന ഒരു പോമാണിതെന്ന് നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മുടെ പോയിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സോ ആസ്ക് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു.